സോ ഹേ ഗെയ്സ് അപ്പോൾ നമ്മുടെ പുതിയ ലക്ഷണം. സോ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഡൈനോസർ ഐലൻഡ് എന്ന് പറഞ്ഞ ഗെയിമാണ്. അപ്പം നമ്മളിന്നൊരു സ്പൈനുമായിട്ടാണ് കളിക്കണേ. ഓക്കെ, സോ അപ്പോൾ എന്താ പരിപാടി, നമുക്ക് ഇതിനെ എങ്ങനെയെങ്കിലും ഇന്നൊരു ഫുള്ളി ഗ്രോൺ ആക്കണം. നമ്മുടെ ഹങ്കർ ബാർ കുറവാണ്, അതുകൊണ്ട് നമുക്ക് എടുത്ത് എന്തെങ്കിലും എടുത്ത് മീൻ പിടിച്ച് കഴിക്കാം. ഓക്കെ, നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ആളതോ അവിടെ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. നമുക്ക് ഈ മീനിനെ പിടിക്കാൻ നോക്കാം. കിട്ടുമെന്നോ പാടാം. ഓക്കെ, എങ്ങനെയെങ്കിലും ഇത് നമുക്ക് ഫുള്ളി ഗ്രോൺ ആക്കണം. ഓക്കെ, ഞാൻ ഇത് ആളത്ത് കുറച്ച് കെഞ്ചിയപ്പോഴാണ് കിട്ടിയത്. അയ്യോടാ, അത് പോകണം. നമുക്കതിന് അടുത്തേ നോക്കാം. ഇപ്പോൾ ആലോചിക്ക് വേറെ ഓരോ ഡൈനോസർ കയറി കടിക്കണമെങ്കിൽ. ഗീസ്, നമ്മുടെ ചാനലിൽ 44 സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളൂ, 50 ആയിട്ടില്ല. ഒറ്റ ദിവസം കൂടെ കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ്. പ്ലീസ് 6 സബ്സ്ക്രൈബേഴ്സേ ചോദിക്കണുള്ളൂ, അത് ഇത്തിരി തരുമോ പ്ലീസ്? ഇന്നലെ ഫ്രീ ഫയറിന് ഇട്ട വീഡിയോസിന് വലിയ വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്കറിയത്തില്ല എന്താവുമെന്നും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് പിടിക്കാം. ഒരെണ്ണത്തിന് കേട്ടിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ പോയി തിന്നാം. നമ്മളവിടെ ഒരു വെലോസർ ഡൈനോസൊക്കെ അങ്ങനെ എന്തോ സാധനം, ഈ സാധനം എന്തായാലും കൊണ്ട് നിൽക്കുന്നുണ്ട്. അടിക്കാനാണോ എന്ന് ഡൗട്ടുണ്ട്, നമ്മളെ കൊല്ലാനാണോ എന്ന് ഡൗട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് പുതിയ അപ്ഡേറ്റൊക്കെ വന്നു. നമ്മുടെ സ്റ്റെഗോസോറസിൻ്റെ തന്നെ മോഡൽ മാറിയിട്ടുണ്ട്. പിന്നെ സാധാരണ വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ വെള്ളത്തിൻ്റെ അടിഭാഗം വെച്ച് നോക്കിയാലും പുറം ഭാഗം വെച്ച് നോക്കിയാലും ഒരേ ഇതാണല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മീൻ പിടിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അടിഭാഗത്ത് നോക്കണമല്ലോ, അതായാലും ഇതായാലും ഒരേപോലെയാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെന്തായാലും സബ് അഡൽറ്റാണ്. അപ്പോൾ അതായത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലും താഴെയും വെച്ച് നോക്കുമ്പോൾ ഒരേ സൗണ്ട് ഉണ്ട്. പക്ഷേ ഇപ്പുറം പുതിയ അപ്ഡേറ്റിന് ശേഷം സൗണ്ട് മാറിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ നമ്മൾ കടിക്കണ ഈ അറ്റാക്ക് ചെയ്യണ സൗണ്ട് അത്രേ കേൾക്കത്തുള്ളൂ. നമുക്ക് എന്തായാലും നമ്മളെ 3 പേരെയും ഇൻവൈറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 46 ഇതായി, മീൻസ് ഇത് ഫ്രണ്ടനും പേരും പറഞ്ഞ പോലെ ലെവലല്ല പെർസെൻറ്റേജായി. നമുക്ക് സബ് അഡൽറ്റാണ്. 40 കഴിയുമ്പോൾ 40 ആകുമ്പോൾ തന്നെ സബ് അഡൽറ്റ് ആയിക്കോളും. നമ്മളെന്തായാലും ഫ്രണ്ട് ലിസ്റ്റ് ഓക്കെയാണ്. ഓക്കെ, അറിയില്ല, എന്തായാലും നോക്കാം ഗൈസ്. ഏകദേശം 11 മിനിറ്റാണ് വീഡിയോ. ചുമ്മാ എന്തായാലും നമുക്ക് ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഇടയ്ക്ക് അവന്മാർ തമ്മിൽ ഒരടി കിടക്കണ കണ്ടു, നമ്മൾ ജോയിൻ ചെയ്തില്ല, അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ ആണെങ്കിൽ ഒരു മീൻസ് വേണമെങ്കിൽ ഒരു ജൂനൽ ഗിഗേനെയൊക്കെ കൊല്ലാൻ പറ്റുന്ന ഒരു ഇതാണ്. ജൂനൽ അല്ല, സബ് അഡൽറ്റ് ആയാലും കൊല്ലാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കണേ. ഓക്കെ, നമ്മൾ ഒരു ഫ്രണ്ടിനാണ് നമ്മുടെ അവന് ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തു, ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തു, പക്ഷെ പറഞ്ഞ മിയാം ഹുസൈൻ. ബാക്കിയുള്ള 2 പേരാണ്. നമുക്കിപ്പോൾ ഏകദേശം എനിക്ക് സ്പൈനോസറിനെ വാങ്ങിയ 1,50,000 എന്താ പറയണ്ട, 1,50,000 ഇത് വേണം, കോയിൻസ് വേണം. എൻ്റെ കയ്യിൽ 52,000 ഉണ്ട്. 1,00,000 കൂടെ വേണം. നമുക്ക് പറ്റുമെങ്കിൽ അവരെ ഒന്ന് ഹണ്ട് ചെയ്യാം. ഓക്കെ, ഓടിച്ചൊന്ന് ഹണ്ട് ചെയ്യാം ഗൈസ്. ഇതിനുള്ള സ്പീഡാണ്. ഓക്കെ, നമുക്കിനി 1,00,000 കൂടെ വേണം. നമുക്ക് സ്പൈനോനെ എടുക്കണം. പക്ഷേ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ ചത്തുപോയിട്ടുണ്ട്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. ഞാൻ ലാസ്റ്റ് ആയപ്പോൾ ചത്തുപോയി ഗൈസ്, അതായിരുന്നു വിഷമം. ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ 5 ടീറക്സും ഞാനല്ല 3 സ്പൈനോയും 5 ടീറക്സും ആയിരുന്നു. 3 ഞാൻ കൊന്നു. അവസാനത്തെ ഒരെണ്ണത്തിനെ വേറെ 2 കൂട്ടുകാരൻ കൊന്നു. അവസാനത്തെ ഒരെണ്ണമാണ് എന്നെയും എൻ്റെ കൂടെ ഉണ്ടായ വേറൊരുത്തിനെ കൊന്നത്. അത് കാലിൻ്റെ എല്ലൊടിച്ച് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കിയപ്പോൾ ആ ഒരു സൈഡ് വെച്ച് കൊന്നു. ഓക്കെ, ഒരു ചാൻസ് എടുത്ത് കൊന്നു. നമ്മളിപ്പോൾ എന്തായാലും C3 എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ആകുമ്പോൾ എളുപ്പമാണ് ഫുഡൊക്കെ കിട്ടുക. നമ്മൾ അവിടെ നിന്നപ്പോൾ ഒരു ഗിഗ നമ്മുടെ കൂടെ ഉള്ളവന്മാരെ കൊല്ലുകയായിരുന്നു. നമ്മുടെ കൂടെയുള്ള ഗബ്രിയേൽ എന്ന് പറഞ്ഞൊരുത്തിനെ കൊന്നു ഗിഗ. അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി ഓടി. അവൻ എന്നെ കുറേ ഫോളോ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഓടി. നമ്മളെ ഫ്രണ്ട്സ് 2 കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് ഗ്ലിച്ചാണ്. ഞാൻ കുറേ നോക്കി അവന്മാരെ കണ്ടുപിടി, പക്ഷെ അത് ഗ്ലിച്ചാണ്, അവിടെ സ്റ്റക്കായിരിക്കുകയാണ്. ചില സമയത്ത് ഗെയിമിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും സബ് അഡൽറ്റ് തന്നെയാണ്. പക്ഷേ എനിക്കൊന്ന് 75 ലെവലെന്തോ ആയി. നമ്മളിവിടെ ഡെനിഷോറിനെ കണ്ടിരുന്നു, പറ്റുമെങ്കിൽ അവനൊന്ന് ഫ്രണ്ട് ആക്കാം.
അവിടെ കണ്ടിരുന്നു, ഇവിടെ കാണും, അവിടെ ഊഹിക്കണം കേട്ടോ. ഓക്കെ, നമുക്കിവിടെ അയ്യോ എന്താ ലാഗായാവല്ല. നമ്മളുടെ ഏകദേശം സബ് അഡൽറ്റ് തന്നെയാണ് ഇപ്പോഴും, അഡൽറ്റ് ആവാനായി. നമ്മളിപ്പോൾ ഇവിടെ ഒരുത്തനെ കൊന്നിട്ട് തിന്നണം, ചുമ്മേനെ ഇറിറ്റേറ്റ് ചെയ്ത് കൊന്നു. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരുത്തൻ ഗിബ്രിയൽ എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിരുന്നു, ഞാൻ പറഞ്ഞില്ലേ കൊന്നവനെ. അവൻ വന്നിരുന്നു, അവൻ പോയി എന്തോ കാരണം കൊണ്ട്, എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഡൈനോസർ സ്പൈനുമാണ് ഗൈസ്, അത് ഞാൻ കൺഫേം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതുവരെ കിട്ടുന്ന ഈ ആഡ് കാണാൻ പറ്റുന്ന ഡൈനോസറും അതിനൊക്കെ വെച്ച് കളിക്കുന്നതായിരിക്കും. നമ്മളെന്തായാലും സ്പൈനോനെ എടുക്കണമെന്ന് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ആ സൈഡിലോട്ട് പോകും. നമ്മളിപ്പോൾ ഒരു ഫുള്ളി ഗ്രോൺ ആണ് സത്യം പറഞ്ഞത്, 90 ലെവൽ 91 ലെവലായി. അവിടെ അടിയാണ്. നമ്മുടെ കൂടെ ഉള്ളവനെ കൊന്നവനാണ് ഇത് ഇപ്പം ചത്ത എന്തിന് ഹസാമ എന്ന് പറയുന്നത് ഗിഗ. നമ്മുടെ ആ ഗബ്രിയൽ എന്ന് പറഞ്ഞ അവനെ കൊന്നത് ആ ഗിഗയായിരുന്നു. അവനെ വേറൊരുത്തൻ കൊന്നു, ഏൻഷ്യൻ ഡോഗ് ക്ലാൻ 222. അവൻ ചത്തിട്ടുണ്ട്. ഒരു കാരണമുണ്ട് കേട്ടോ, പറ്റുമെങ്കിൽ അവനെ കൊല്ലാം, അല്ലേ വേണ്ട. ചുമ്മാ എന്തിനാണ് അടി വാങ്ങണേ. ഓക്കെ, ക്ലാനാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കൊന്ന. എടുക്കാം, ഇതിനെ കഷ്ടപ്പെട്ട് വേണം കേട്ടോ ഇത്ര എടുക്കാൻ. ഓക്കെ, നമുക്ക് നൈസിൽ പെട്ടെന്നൊരു പീസ് കൊടുത്ത് അങ്ങ് പോകാൻ കഴിച്ചില്ലെങ്കിൽ നമുക്ക് വല്ല പടി കിട്ടും. എന്തിനാണ് ചുമ്മാ അടി കിട്ടുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു ഐലൻഡ് എന്ന് എനിക്ക് തോന്നുന്നു E3 ആണെന്ന് തോന്നുന്നു, അങ്ങോട്ട് പോവാം. ഈ ചെറിയ ഐലൻഡ് ഇല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെയൊക്കെ നിങ്ങളൊരു വൈകുന്നേരം ഈവനിങ് ടൈമിലൊക്കെ വരുമ്പോൾ ഇവിടെ കുറേ ഡൈനോസർ കാണാം. അത് എല്ലാ ദിവസവും ഈ സാറ്റർഡേ സൺഡേ സമയം പുതിയറ്റ് കളിക്കുന്നവർക്ക് ഈ സ്പൈനോ ടിഗറെക്സ് അങ്ങനെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇടയ്ക്ക് ഒരു 5 കൂടിപ്പോൾ ഇത് ഈ ഐലൻഡ് നിറയണ രീതിയിൽ ഡൈനോസേഴ്സ് കാണും. കുറഞ്ഞ ഒരു 2-3 പേര് കാണും. ചിലപ്പോൾ ഒരാളൊക്കെ കാണും. ലക്കുണ്ടെങ്കിൽ അതിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളായിരിക്കും നിങ്ങളൊരാൾ. ലക്കില്ലെങ്കിൽ നിങ്ങളാരെയും ബോക്കാണ്. നമുക്ക് അവനൊരു ഫ്രണ്ടാവാൻ നോക്കാം. ഇനി മീറ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, ലക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവ ഇൻവൈറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ടീറക്സ് ഗിഗ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞതാണ്. ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവ ഇൻവൈറ്റ് ചെയ്യും. പക്ഷെ ചില സമയത്ത് ഇവർ ഫുഡ് കിട്ടാതാകുമ്പോൾ, ഒരു പോയിന്റിൽ ഫുഡ് കിട്ടാതാകുമ്പോൾ ഇവർ ചിലപ്പോൾ നിങ്ങളെ തന്നെ കൊന്നുകളയും. എന്നിട്ട് നിങ്ങൾ ആ ഒരു വിഷമത്തിൽ വീണ്ടും റീജോയിൻ ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഭാഷ മനസ്സിലാവില്ലെങ്കിൽ അവർ ചിലപ്പോൾ അവരെ നേറ്റീവ് ലാംഗ്വേജ് വെച്ച് ഞാൻ നിന്നെ കൊല്ലാം, നീ റീജോയിൻ ചെയ്യുമെന്ന് പറയണമായിരിക്കും. പക്ഷേ നമുക്കത് മനസ്സിലാവാത്തത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ചുമ്മാ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് കളിക്കാതെ. അതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നും പറഞ്ഞ് ചുമ്മാ കുറേ നേരം നിൽക്കില്ല. അവൻ കൊന്നു കഴിഞ്ഞിട്ട് അവിടെ തന്നെ കയറി ആ ഒരു സർവറിൽ തന്നെ കയറി കളിച്ച് വീണ്ടും ചാവല്ലേ. അത്രേ പറയുള്ളൂ, ബോറാണ്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ ടിഎക്സ് കണ്ടു. നമുക്ക് നൈസ് ഫ്രണ്ടാവാം. കൊല്ലാനുള്ള മൈൻഡില്ല ഇപ്പം എനിക്കാരെയും, അതുകൊണ്ട് ഒരു ഫ്രണ്ട് രീതിയിലാവാം. ഓക്കെ, പക്ഷെ നമ്മൾ ഫുള്ളി ഗ്രോൺ ആയി. നമുക്ക് എക്സിറ്റ് വേണ്ട, കുറച്ച് നമ്മൾ കളിക്കാൻ കേസ്. നമുക്കൊരു ഹായ് ഇട്ട് കൊടുക്കാം. ലൈക്ക് അവനെ നെസ്റ്റ് ചെയ്യാൻ ചോദിച്ചു, മറ്റേ ബ്രാഡിക്കസ് അങ്ങനെ പറഞ്ഞ സാധനം. എനിക്ക് പറ്റൂല, എന്നെ അടുത്ത് നെസ്റ്റ് ചെയ്താണ് ഇട്ടത്. നമ്മുടെ സൈസോക്കീസ് ബാക്കിയുള്ള ഡൈനോസറിനെ വെച്ച് ഇതിൽ കൂടെ ഒക്കെ ചെറിയൊരു സ്ലോ പ്രോസസ്സൊക്കെ പോയി എളുപ്പത്തിൽ കൊല്ലാം. സോ മറക്കാനല്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. മീ ബ്ലസ്സഡാ, എനിക്ക് പറ്റൂലടാ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് പറ്റൂല. കൊന്നാലോ അവനെങ്ങ്, വേണ്ട പാപം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ അടുത്തുണ്ട്. നെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റൂടാ കൊല്ലം. എനിക്ക് നെസ്റ്റ് ചെയ്യാൻ പറ്റൂല ആരെയും. എന്താണ് പറഞ്ഞാലും മനസ്സിലാവില്ല. ഐ കാണ്ട് നെസ്റ്റ് ബിക്കോസ് ഒന്നും വേണ്ടേ. ഓക്കെ, ഐ ഓൾറെഡി നെസ്റ്റഡ് എന്ന് പറഞ്ഞിടാൻ കേസ്. കാരണം ഇനി ഞാൻ അമ്മ നെസ്റ്റ് എന്ന് പറയാൻ അമ്മ ഒരു കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരും. അപ്പോൾ ഇതാകുമ്പോൾ ഒറ്റ വാക്കി അങ്ങ് നിന്നല്ലേ.
യു നെയിം എന്തൊരു നെയിം? എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് നെയിമെന്ന്. ക്യാൻ സമ്മൺ നെസ്റ്റ് മീ പ്ലീസ്? നമ്മുടെ കമൻറ്റ് മീൻസ് ഇത് ബോക്സ് ഇൻബോക്സ് ഉള്ളി ഇത് നൈസ്. നമുക്കിപ്പോൾ ആരെയും എനിക്ക് തോന്നുന്നു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു ഐസ്. കുറേ ആയി ഐസ്. അവിടെ വലിയ ടീറക്സ്. നമുക്ക് അങ്ങോട്ട് പതുക്കെ പോയി നോക്കാം. റഷ് ചെയ്ത് ചെന്നാൽ ഫൈറ്റ് ആവും. അതുകൊണ്ട് പതുക്കെ നമുക്ക് ഫ്രണ്ട്ലി കോളിട്ട് പതുക്കെ ചെല്ലാം. ഫ്രണ്ട്ലി കോളിട്ട് പതുക്കെ ചെല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കടിയാവും. ഈ കോൾസിൽ ഫ്രണ്ട്ലി കോളുണ്ട്, അഗ്രസീവ് കോളും ഉണ്ട്. നമ്മളൊരു ഹായ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട്ലി ആണ്. അവന് ഫുഡ് വേണമെന്നാണ് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫിഷ് പിടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് എളുപ്പമാണ്. ഫിഷ് ഉണ്ട് വലുതായതുകൊണ്ട്. എനിക്ക് നോക്കി ആ ഒരു 0 to 100 ഒരു ടീറക്സിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. എപ്പോഴെങ്കിലും അടുത്ത വർഷം വരും. അതായത് ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ അടുത്ത വർഷം തന്നെ. അപ്പോൾ ഇടുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കേണ്ടി വരും ഗൈസ്. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുള്ളി ഗ്രോണായി. നമുക്ക് പറ്റുമെങ്കിൽ ഒരു PvP എടുക്കാം. വേണം PvP എടുക്കണ്ട. അപ്പോൾ എന്തായാലും എന്തോ എടുത്തുള്ളൂ. ടാറ്റ ബൈ ബൈ.